രാഹു ലഗ്നം 2, 5, 7, 8 ഭാവത്തിൽ നിൽക്കുക, രാഹു 8-ൽ ശനിയുമായിട്ടൊക്കെ ചേർന്നോ അതിൻ്റെ ദൃഷ്ടിയിലോ നിൽക്കുക, രാഹുവും ഗുളികനും 8-ൽ നിൽക്കുക, രാഹു ബാധക രാശിയിൽ നിൽക്കുക, രാഹുവും ഗുളികനും വാതക രാശിയിൽ നിൽക്കുക, കേതു 2-ൽ നിൽക്കുക, ഇങ്ങനെയുള്ള ആ ഒരു ഗ്രഹസ്ഥിതി കണ്ടാൽ ആ നാളുകാർക്ക് നാഗദോഷമുണ്ടെന്ന് പറയപ്പെടുന്നു. 7-ാം ഭാവത്തിൽ ശനിയും സൂര്യനും രാഹുവും ഒന്നിച്ചു വന്നാൽ എത്ര സൂക്ഷിച്ച് നമ്മൾ ജീവിച്ചാലും ചിലപ്പോൾ സർപ്പദംശമൊക്കെ സംഭവിക്കുമെന്നും ജ്യോതിഷത്തിൽ പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ രാഹുദശാകാലത്തും കേതുദശാകാലത്തും സർപ്പഭജനം നടത്തിയാൽ ഈ ദോഷങ്ങളൊക്കെ അകലും. ദിവസവും രാഹുകാലത്ത് വിളക്ക് കൊളുത്തി ഈ സർപ്പഭജനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. നാഗരാജ സ്തോത്രങ്ങളോ നാഗരാജ മന്ത്രങ്ങളോ ഒക്കെ ഈ സമയത്ത് ജപിക്കുന്നത് വളരെയധികം മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിത്തരും. അതുപോലെ തന്നെ ശരീരശുദ്ധിയും അന്തരീക്ഷ ശുദ്ധിയും മനഃശുദ്ധിയും ഒക്കെ നാഗരാജ പൂജയ്ക്ക് വളരെയധികം വേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ശുദ്ധി പാലിക്കുക ശുദ്ധി പാലിക്കുന്ന ആർക്കും ഈ മന്ത്രം ജപിക്കാം. തിരുവാതിര, ചോതി, ചതയം നക്ഷത്രക്കാർക്ക് സർപ്പപൂജ ഐശ്വര്യകരമാണ്. അതുപോലെ ആയില്യം നക്ഷത്രക്കാർക്ക് ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് നാഗങ്ങളെ ഭജിക്കണം. ഇവർ എല്ലാ ദിവസവും നവനാഗ സ്തോത്രം ജപിച്ചാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അകിതങ്ങൾ ഒഴിഞ്ഞു പോകും. ഭരണി, രോഹിണി, ആയില്യം, അത്തം, പൂരം, പൂരാടം, തൃക്കേട്ട, തിരുവോണം, രേവതി ഈ നക്ഷത്രക്കാർ രാഹുദർശിയുടെ കാലത്തും അല്ലാതെയും നാഗാരാധനകളൊക്കെ നടത്തണം. ഇനി ജന്മനക്ഷത്രവും ഞായറാഴ്ചകളുമാണ് ഈ ആരാധനയ്ക്ക് അല്ലെങ്കിൽ നാഗദൈവങ്ങളുടെ ആരാധനയ്ക്ക് നാഗക്ഷേത്ര ദർശനത്തിനുമൊക്കെ ദർശനം നടത്താനുമൊക്കെ ഉത്തമമായ ദിവസങ്ങൾ. ഇനി കാളസർപ്പയോഗം പ്രധാന ഒരു സർപ്പദോഷമാണ്. രാഹു കേതു ഗ്രഹങ്ങളുടെ ബന്ധനത്തിൽ മറ്റു ഗ്രഹങ്ങൾ നിൽക്കുന്നതാണ് ഈ കാളസർപ്പയോഗമെന്ന് പറയുന്നത്. 12 തരം കാളസർപ്പയോഗമുണ്ട്. ഇതിൽ ഓരോന്നും ഓരോ ഫലമാണ് നൽകുന്നത്. പലതരം ജീവിത പ്രതിസന്ധിയിലും കാളസർപ്പയോഗം തലക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ യോഗത്തിൽ നിന്ന് മുക്തി നേടാനായിട്ട് ചില പ്രത്യേക പൂജകളൊക്കെ ഉണ്ട്. ആ വിധിപ്രകാരം കാളഹസ്തി ദർശനമാണ് ഏറ്റവും നല്ലൊരു പരിഹാരം. വിധിപ്രകാരമുള്ള കാളഹസ്തി ദർശനം. അതുപോലെ കാളസർപ്പദോഷ പരിഹാരത്തിന് നവനാഗങ്ങളെ ധ്യാനിക്കുകയും ആവാഹിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ബൃഹത് സംഹിതയിൽ പറയപ്പെടുന്നുണ്ട്. ഈ ഒരു മന്ത്രം ചൊല്ലുക, ശ്രീ നാഗരാജ ഗായത്രി മന്ത്രം.